മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഇന്ന് അനുമോളുടെ അമ്മയും കസിൻ ചേച്ചിയും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നിരുന്നു. അപ്പോൾ അനുമോളുടെ ചേച്ചി ആദിലയെക്കുറിച്ച് പറഞ്ഞത്, ആദില ഔട്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞാനും രണ്ടുപേരും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ എപ്പോഴും ആദിലയുടെ കുറ്റങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമായിരുന്നു. കാരണം ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് ആദില എപ്പോഴും നിന്നെ ടാർഗറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യും, നിന്നോട് എപ്പോഴും ദേഷ്യം തോന്നും, വഴക്കുണ്ടാക്കും. അതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് ആദില ഔട്ടായിരുന്നെങ്കിലെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തിനാണ് നമ്മുടെ കൊച്ചിനോട് ഇങ്ങനെ തല്ല് പിടിക്കുന്നതെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദില കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ കൊച്ചിൻ്റെ കാര്യമല്ലേ നമ്മൾ നോക്കുകയുള്ളൂ. ഇതെല്ലാം പറയുന്ന സമയത്തും ആദില ഇവിടെ ഉണ്ട് കേട്ടോ. ആദിലയുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഈ ആര്യ ഇതൊക്കെ സംസാരിക്കുന്നത്. ആര്യ എന്ന് പറയുന്നത് അനുമോളുടെ ചേച്ചി. പക്ഷേ പിന്നെ നിങ്ങൾ കമ്പനി ആയി കഴിഞ്ഞപ്പോൾ ഓക്കെ, എനിക്ക് മനസ്സിലായി ആദിലയുടെ സ്വഭാവം. പക്ഷെ ആദ്യം അങ്ങനെ ആയിരുന്നില്ല. നൂറ പാവമായിരുന്നു, ആദില ഒരു ചട്ടമ്പിയായിരുന്നു. ഇതൊക്കെ പറയുമ്പോൾ ആദില ചിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ആദില ആദ്യത്തെ സമയത്ത് അനുമോളെ ടാർഗറ്റ് ചെയ്തിരുന്നു. ആദില മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവരും അനുമോളെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് കളിച്ചത്. അനുമോള് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. ചില സമയങ്ങളിൽ അനീഷ് മാത്രം സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ഒരു ഗ്യാങ്ങായി അനുമോളും ആദിലയും നൂറയും ഒക്കെ മാറിയിരിക്കുന്നത്. കൂട്ടിനെ ഷാനവാസും നെവീനും ബിന്നിയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. എന്തായാലും അങ്ങനെ അനുമോളുടെ ചേച്ചിയും ചേച്ചിയുടെ ഫ്രണ്ട്സുമെല്ലാം ആദിലെ ഔട്ടാക്കാൻ ശ്രമിച്ച കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.